ഡോക്ടർ രാജു ജയദേവൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഈ കേസുകളൊക്കെ തന്നെ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മലപ്പുറം ചേളാരിയിലുള്ള ഒരു 11 വയസ്സുള്ള കുട്ടിക്കാണ് രോഗബാധ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളതിരിക്കുന്നത്. ഡോക്ടർ, എന്തൊക്കെ മുൻകരുതലുകളാണ് പാലിക്കേണ്ടത് ഈ അസുഖത്തെ ചെറുത്ത് നിർത്താനൊക്കെ തന്നെ? കാരണം ഈ റീസെൻ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് കേസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതെ, ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പറ്റി അതിനെ ചെറുക്കണമെങ്കിൽ നമുക്ക് രണ്ട് മാർഗമുണ്ട്. ഒന്ന്, നമുക്ക് ചുറ്റുമുള്ള അമീബയെ ഇല്ലാതാക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് അമീബയ്ക്ക് കടക്കാനാവാതെ നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ പരിസ്ഥിതിയിലുള്ള അമീബയെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. അത് പ്രാവർത്തികവുമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഫ്രീ ലിവിങ് അമീബയെ എന്നുള്ളത്, അമീബ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്ലൂറലാണ്. അമീബകൾ എന്നുള്ളത് പരിസ്ഥിതിയുടെ ഒരു നിയമം തന്നെയാണ്. ഇറ്റ് ഇസ് പാർട്ട് ഓഫ് നേച്ചർ. അത് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇനി ഫ്രീ ലിവിങ് അമീബയുടെ ഗണത്തിൽ അനേകം അമീബകളുണ്ട്. അതിലെല്ലാവരും രോഗമുണ്ടാക്കുന്നവയൊന്നുമല്ല. അവയിൽ തന്നെ കൂടുതൽ രോഗസ്വഭാവമുള്ളത് നെഗ്ലേറിയയും എക്കാന്തമീബയുമാണ്. ഇവ തന്നെയാണ് കൂടുതലും കേരളത്തിലുള്ളവരുടെ ജീവൻ എടുത്തവരിൽ മുഖ്യ പങ്കും ഈ രണ്ട് അമീബകൾ തന്നെയാണ്, പ്രധാനമായും നെഗ്ലേറിയ. ഇവയെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കാമോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നത് കേട്ടു. ശരിയാണ്, അവർ കൂടുതൽ സമയം വെള്ളത്തിൽ ചെലവഴിക്കുകയും അതുപോലെ വെള്ളം കലക്കുകയും ചിലപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുകയും ഏറെ നേരം വെള്ളത്തിനടിയിൽ മുങ്ങി നിൽക്കുകയും എല്ലാം ചെയ്യും. നമ്മളെല്ലാവരും കുട്ടികളായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണിത്. പക്ഷെ അപൂർവമായിട്ടെങ്കിലും ചിലർക്ക് ഇത് വരുന്നുണ്ടെങ്കിൽ ചില കുട്ടികളുടെ ഉള്ളിലേക്ക്, മൂക്കിന്റെ ഉള്ളറകളിലേക്ക് ഈ വെള്ളം, പ്രത്യേകിച്ചും കലക്കൽ വെള്ളം കൂടുതലായിട്ട് കയറുന്നത് കൊണ്ടാണ്. ചില കുട്ടികൾക്ക് മൂക്കിലധികം വെള്ളം കയറാതെ നീന്താനും വെള്ളത്തിനടിയിൽ അല്പനേരം ഇരിക്കാനും എല്ലാം സാധിക്കും. ചിലർക്ക് അങ്ങനെ സാധിക്കണമെന്നില്ല. പിന്നെ അനവധി തവണ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുകയും മറ്റും ചെയ്യുന്നവർക്ക് ഇത് കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ ചെളിവെള്ളം അല്ലെങ്കിൽ ചേറ് കാരണം വെള്ളം കലങ്ങുന്ന അവസ്ഥ. ഇനി കുളത്തിൽ മാത്രമല്ല ഇതുള്ളത്. കിണറുകളിലുണ്ട്, വാട്ടർ ടാങ്കുകളിലുണ്ട്, നമ്മുടെ പൈപ്പുകൾക്കുള്ളിലുള്ള ബയോഫിൽം എന്ന് പറയും. നമ്മൾ ഏതൊരു പൈപ്പ് ഒരു എക്സ്പെരിമെന്റ് എന്നോണം അത് ഒന്ന് തുറന്നു നോക്കിയാലും അതിനുള്ളിൽ ഒരു വഴുവഴുപ്പുണ്ടാവും. ആ വഴുവഴുപ്പിനെയാണ് ബയോഫിൽം എന്ന് പറയുന്നത്. ഈ ബയോഫിൽം നിർമ്മിച്ചിരിക്കുന്നത് അതിൽ അമീബകൾ ഉണ്ടാകും, ബാക്ടീരിയകൾ ഉണ്ടാകും, ആൽഗകൾ ഉണ്ടാകും. അങ്ങനെ അനവധി ഓർഗാനിസംസ് ജീവിക്കുന്ന ഒരു പരിസ്ഥിതി തന്നെയാണ് ഈ ബയോഫിലം. നമ്മൾ ടെറസിൽ കൂടി നടക്കുമ്പോൾ മഴക്കാലത്ത് തെന്നാറില്ലേ, അതാണ് ബയോഫിലം. നമ്മുടെ ഗ്രൗണ്ടിൽ, നമ്മുടെ നിലത്ത് ഈ ബയോഫിലം ഉണ്ട്. ഈ ബയോഫിലമിൽ അമീബകൾ മാത്രമല്ല, എലിപ്പനി ഉണ്ടാകുന്ന ബാക്ടീരിയകൾ, രോഗമുണ്ടാക്കാത്ത ബാക്ടീരിയ, അങ്ങനെ അനവധി ബാക്ടീരിയകളും വൈറസുകളും മറ്റ് ഓർഗാനിസംസും നമുക്ക് ചുറ്റുമുണ്ട്. ഇവയെല്ലാം നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ മൂക്കിനുള്ളിലേക്ക് കൃത്രിമമായിട്ട് വെള്ളം കടത്തിയുള്ള പ്രക്രിയകളൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള നിർദ്ദേശമായിട്ട് മുന്നോട്ട് വെക്കാനുള്ളത്. ഡു നോട്ട് പുട്ട് വാട്ടർ ഇൻ ടു യുവർ നോസ്. ഇനി അഥവാ അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ഒരു ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മാത്രം അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. മൂക്ക് എന്നുള്ളത് ദ്വാരങ്ങൾ മാത്രമല്ല, അതിനുള്ളിൽ അനേകം അറകളുള്ള മുറികളാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറകൾക്കുള്ളിലേക്ക് വെള്ളം കടക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതല്ലാതെ പരിസ്ഥിതിയെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കുകയില്ല. ശരിയാണ്, നമുക്ക് കുളങ്ങളെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പക്ഷെ അതുകൊണ്ട് മാത്രം അമീബ ഇല്ലാതാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ 3 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതായിരുന്നു ഏവരെയും ഞെട്ടിച്ചത്. അപ്പോൾ ഈ കുടുംബമൊക്കെ പറയുന്നതും കിണറ്റിലെ വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം, കുട്ടിയെ കുളിപ്പിക്കാനൊക്കെ ആണെങ്കിലും അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചാൻസസ്, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലൊക്കെ ഈ രോഗബാധ ഉണ്ടാകാനുള്ള ചാൻസസ് എത്രയാണ്? നമ്മൾ അമീബ കലങ്ങിയ വെള്ളം കുടിച്ചതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. കുളിച്ചതുകൊണ്ടും ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ആ വെള്ളത്തിൽ തന്നെയാണല്ലോ നമ്മൾ എല്ലാവരും തന്നെ കുളിക്കുന്നത്, അല്ലെങ്കിൽ മിക്കവരും തന്നെ കുളിക്കുന്നത്. പക്ഷെ ഈ വെള്ളം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മൂക്കിനുള്ളിലേക്ക് കടത്തി വിടുകയാണെങ്കിൽ അവിടെ ഒരു റിസ്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മൂക്കിനുള്ളിലേക്ക് വെള്ളം പോകുന്ന എല്ലാവർക്കും വരുമെന്നല്ല, എങ്കിലും ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് ഹെഡ് ഇഞ്ചറി കൂടുതലാണെന്ന് പറയുന്ന പോലെയാണ്. ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തെന്ന് വെച്ചാൽ അപകടം ഉണ്ടാകണമെന്നില്ല എന്ന് പറയുന്ന പോലെ ഈ മൂക്കിനുള്ളിലേക്ക് എന്തെങ്കിലും കാരണത്താൽ വെള്ളം കടത്തി വിടുകയാണെങ്കിൽ അവിടെ രോഗബാധയ്ക്കുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അനേകം പേരിൽ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുമ്പോൾ അതിൽ 1-2 പേർക്കായിരിക്കും വാസ്തവത്തിൽ രോഗമുണ്ടാവുക. അതാണ്
ഈ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് ഡിസീസ് അവ തമ്മിലുള്ള കണക്ഷനാണിത്. പുകവലിക്കുന്ന എല്ലാവർക്കും ലങ് ക്യാൻസർ ഉണ്ടാകുന്നില്ലല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. എന്നാൽ പുകവലിക്കുന്നവരിൽ അതിന്റെ തോത് കൂടുതലാണ്. അതുപോലെ തന്നെ മൂക്കിനുള്ളിലേക്ക് വെള്ളം കടത്തിവിടുന്നവരുടെ അവരുടെ മാത്രം കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുഞ്ഞിന്റെ കാര്യത്തിൽ അത് പരിചരിച്ചവർക്കും കുഞ്ഞിനെ ശുശ്രൂഷിച്ചവർക്കും മാത്രമേ കൂടുതൽ വിശദമായ വിവരങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പറയുമ്പോഴും ഈ തീം പാർക്കുകളിലൊക്കെയും വെള്ളം നമുക്കറിയാം അവർ അത് സ്റ്റെറിലൈസ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ആ സ്റ്റെറിലൈസേഷൻ ഒക്കെ തന്നെയും കൃത്യമായിട്ട് നടക്കുന്നു എന്നുള്ളൊരു ഉറപ്പ് വരുത്തേണ്ടതും ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇതുപോലെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ തന്നെയും അതും ഭയപ്പെടുന്നതാണ്. അതൊക്കെ തന്നെയും വീണ്ടും അഷ്വർ ചെയ്യേണ്ട കാര്യവുമാണ്. ഉറപ്പായും തീം പാർക്കുകളിൽ ലോകമെമ്പാടും അമീബിക് എൻകെഫലൈറ്റിസ് ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം ഇത് തന്നെയാണ്. സാധാരണ തരത്തിലുള്ള എക്സ്പോഷർ അല്ലാതെ പ്രത്യേക തരത്തിലുള്ള എക്സ്പോഷർ അവിടെ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളും മറ്റ് ചെറുപ്പക്കാരും എല്ലാം ഒരു ആഘോഷ മൂഡിലായി കൂട്ടുകാരും ഒക്കെ ആകുമ്പോഴേക്കും സാധാരണ നമ്മൾ ചെയ്യാത്ത പല അഡ്വഞ്ചറസ് കാര്യങ്ങളും അവിടെ വെച്ച് ചെയ്യുന്നിരിക്കാം. വെള്ളത്തിൽ മുങ്ങിന്നിരിക്കാം, പിറപ്പിച്ചെന്നിരിക്കാം, വെള്ളത്തിൽ കുളിച്ചെന്നിരിക്കാം, ഡൈവ് ചെയ്യുന്നതിരിക്കാം. ഇതെല്ലാം അതിനുള്ള റിസ്ക് കൂടുന്നുണ്ട്. തീർച്ചയായിട്ടും മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് മാനദണ്ഡങ്ങൾ, പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിച്ചതുകൊണ്ട് മാത്രം അമീബിക് മസ്തിഷ്ക ജ്വരം ഒഴിവാക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തരും സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവരവർക്ക് നല്ലതാണ്. വളരെ നന്ദിയുണ്ട് ഡോക്ടർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.